ആവേശകരമായിട്ടുള്ള മത്സരമായിരുന്നു. ആ മത്സരത്തിൻ്റെ ആവേശം മുഴുവൻ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വലിയ സ്പെയിനിൻ്റെ ആരാധകർ വലിയ സന്തോഷത്തോടു കൂടി പോകുമ്പോൾ എംബാബെ ഈ ഒരു ഫൈനലിലെ അദ്ദേഹത്തിൻ്റെ പോരാട്ടം അവസാനിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ ഓരോ നിമിഷവും ഗോൾ മുഖത്തേക്ക് ഇരച്ചാർക്കുന്ന സമയത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് ആരാധകരുടെ ഭാഗത്ത് ഒക്കെ തന്നെ ഉണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും മത്സരം എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും? എംബാപ്പെ ഇത്തവണ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എംബാപ്പെ ഫോമല്ല, ഫോം പോയി. എംബാപ്പെ ഫോമില്ലല്ലോ, ഫോം പോയി. സ്പെയിൻ തന്നെയാണല്ലോ. ഇനിയിപ്പോ നാളെ ഒരു മത്സരം കൂടെ ഉണ്ടേ. അർജന്റീന തോക്കും. അപ്പോൾ അങ്ങനെയാണ് വലിയ ആവേശം. അങ്ങനെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ ആവേശമുണ്ടായിരുന്നു ഈ മത്സരത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും. ഓരോ ഘട്ടത്തിലും സ്പെയിനിൻ്റെ കളിക്കാർ ഈ ഫ്രാൻസിൻ്റെ കളിക്കാരുടെ കാലുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ബോൾ തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന സമയത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആവേശം, ഒപ്പം തന്നെ ഗോൾ മുഖത്തേക്ക് എത്തുമ്പോൾ അത് ഗോളല്ലാതെ ആകുമ്പോൾ ഉള്ള ആ ഒരു വലിയ നിശ്വാസം ഒക്കെ തന്നെ നമ്മൾ അപ്പോൾ ഇങ്ങനെ നാളത്തെ മത്സരം കൂടിയാണ് ഇതിൻ്റെ ഒരു ആവേശം എന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതുപോലെ ആ മത്സരത്തിൻ്റെ ഫൈനൽ അത് ഇത്തവണയും ആവർത്തിക്കും എന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു വിശ്വാസമായിരുന്നു ആരാധകർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ മത്സരം കണ്ട എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. അണ്ണനും പോയി തമ്പിയും പോയി എന്നുള്ള കമന്റുകളൊക്കെയാണ് വരുന്നത്. എന്തായാലും നാളെ ഇവിടെ ഇംഗ്ലണ്ടിന്റെ ജേഴ്സിക്ക് വേണ്ടി അടിയായിരിക്കും. ഇപ്പോൾ യവന്മാർ എന്തായാലും 2022 തൊട്ട് അർജന്റീനന്റെ എതിരെ കളിക്കുന്ന എല്ലാ ടീമും ഒരുവായി. ഇപ്പൊ അതാണ്ട് അണ്ണനും പോയി, അനിയനും പോയി, എല്ലാരും പോയി. ഇനി നമ്മൾ മാത്രമേ സപ്പോർട്ട് ചെയ്യണം. ഇംഗ്ലണ്ടിനായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മാറുകയാണ്, ഓരോ ദിവസവും സപ്പോർട്ട് മാറുകയാണ്. ഇന്ന് സ്പെയിനാണ്. അല്ല, നല്ല കളി. പക്ഷേ തുടക്കം തൊട്ടല്ലേ ഒരു കഴിഞ്ഞ കളിയിൽ മെസ്സി എങ്ങനെയാണോ നിറമങ്ങിയത് അതുപോലെ തന്നെ എംബാപ്പെ നിറമങ്ങിപ്പോയി. അപ്പം പക്ഷേങ്കിൽ ഇത്രയും എങ്ങനെയാണ് ഒരു മികച്ച ടീമിനൂടെ കളിക്കുമ്പോൾ മികച്ച ടീം എങ്ങനെയാണ് കളിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സ്പെയിനിൽ നിന്ന് കാണിച്ചത്. ഒരു ബോൾ കൊടുത്തിട്ടേ ഇല്ലെന്നുള്ളതാണ്. ഫ്രാൻസിനെ പാസുകളൊക്കെ കൃത്യമായിരുന്നു. അപ്പം എംബാപ്പെ അവർ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്യണം. എംബാപ്പയിലേക്ക് ബോൾ എത്തേണ്ടുന്ന വഴികളെല്ലാം ബ്ലോക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അവർ അറ്റാക്കിങ്ങിൽ അവർ വളരെ കൃത്യതയോടുകൂടി എത്താനും പറ്റി. അപ്പം അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഒരു ലോകോത്തര ഇപ്പം 4 ടീം എന്ന് വെച്ചാൽ 1, 2, 3, 4 ടീമാണ് സെമിയിലെത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള ടീമുകൾ തമ്മിൽ കളിക്കുമ്പോൾ ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളികൾ വരും. അപ്പോൾ സാധാരണ ഒരു കളികൾ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അല്ല, ഫ്രാൻസ് എന്ന് പറയുന്നത് ഈ ലോകകപ്പിൽ അർജന്റീനയെക്കാളും സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു ടീമാണ്. അപ്പോൾ ആ ടീമാണ് ഇന്നിപ്പോൾ സെമിയിൽ പോയത്. അപ്പം ഒരു ടീമിനും സെമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്ന ടീമിന് ഒരു എഡ്ജ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഇന്ന് കണ്ടത്. സ്പെയിനിനെ അപാരമായ കളി ഇത്രയും കളികളിൽ കണ്ടതിൽ ഈ കളിച്ചതിന് എല്ലാത്തിലും വെച്ചിട്ട് ഏറ്റവും കൃത്യതയോടുകൂടിയിരുന്ന ഫുട്ബോൾ എന്ന് നമ്മൾ പറയില്ല. മറ്റേതൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റ് ഗെയിം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി ഫിസിക്കൽ ഗെയിം ഉണ്ടായിരുന്നു, തമ്മിലുള്ള നല്ല ഫൈറ്റ്, ഒരു അഗ്രസീവ് ഗെയിം ഉണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കൃത്യതയായിരുന്നില്ല, ഒരു ഫുട്ബോൾ സൗന്ദര്യം, കൃത്യതയാർന്ന പാസുകൾ, ആക്യുറേറ്റ് ആയിട്ട് ഫാസ്റ്റ് പാസുകൾ ഒക്കെ ചെയ്തുകൊണ്ടുള്ള മികച്ച പ്രകടനം. കുക്കുറലി, എനിക്ക് ഭയങ്കരമായിട്ട് കുക്കുറലി എന്ന് പറയുന്ന ആ ഡിഫൻസ് ആയുള്ള പ്ലെയറാണ്. പിന്നെ ഗോളി, ഈ രണ്ടുപേരും തന്നെയാണ് സ്പെയിനിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ ഇന്ന് അവരുടെ ടീമിൻ്റെ എല്ലാ ഭാഗത്തേക്കും നിങ്ങൾ നോക്കിയാൽ ഇവരെ കാണാൻ പറ്റും. ഏത് മീൻസ് ഗോളി പോലും ഫ്രണ്ടിലോട്ട് ഇറങ്ങി വന്ന് കൃത്യമായിട്ട് അതിനെ ഇതാക്കിയാണ് കുക്കുറലി. അതേപോലെ തന്നെ ഇത് ലെമിൻ യമാൽ എന്തായാലും ഭാവിയിലേക്കുള്ള വാഗ്ദാനം എന്താണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുണ്ട്. ആ ഗോൾ ഓഫ് സൈഡ് ആയിപ്പോയതാണ്. എല്ലാവരും വലിയ മികച്ചൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഗോളായി മാറേണ്ടിയിരുന്ന ഒരു ഗോളും കൂടിയാണ്. ഇനി നാളത്തെ മത്സരത്തിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശം നമുക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ വലിയ രീതിയിൽ വലിയ ആവേശത്തോടു കൂടി തന്നെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നതായിരുന്നു. ആ പ്രാധാന്യം എന്തായാലും ഫ്രാൻസ് സെമിയിൽ അവരുടെ പോരാട്ടം അവസാനിപ്പിച്ചിരിക്കുകയാണ്. മത്സരം കണ്ടില്ല? എങ്ങനെയാണ്? അടിപൊളി, നല്ല ഗെയിം, ഗുഡ് ഗെയിം. അപ്പോൾ ഫ്രാൻസിന്റെ ആരാധകരായിരുന്നു? അല്ല, സ്പെയിനിന്റെ ആരാധകരായിരുന്നു. മാറുന്ന ഘട്ടത്തിലല്ല ടീം മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ആരോപണം അർജന്റീന ആരാധകർ പറയുന്നുണ്ട്.
അങ്ങനെയല്ല, ഞങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യേണ്ടപ്പോൾ അർജന്റീന ജയിച്ചാൽ മതിയായിരുന്നു നാളെ. അപ്പോൾ അങ്ങനെയുള്ള കമന്റുകളൊക്കെ തന്നെയാണ് വരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നാളത്തെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ്. ഇനിയിപ്പോൾ ഇന്ന് നടക്കുക അർജന്റീനയുടെ മത്സരം, അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിന് വേണ്ടി കാത്തിരിപ്പ് തന്നെയാണ്. അത് തന്നെയാണ് ഇനിയിപ്പോൾ ഈ മത്സരത്തിൻ്റെ വിജയത്തെ അല്ലെങ്കിൽ ഈ മത്സരത്തിൻ്റെ റിസൾട്ടിനെ കൂടി ആവേശത്തിലാക്കുന്നത് എന്നുള്ളതാണ്. ക്യാമറമാൻ ജോസിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.